വെറും 250 രൂപയുടെ നൈറ്റി പീസസും ഉണ്ട്. ഇന്നൊരു ചുരിദാർ വയ്ക്കാൻ പോകണം. അപ്പോൾ എൻ്റെ മോൻ അവിടെ കിടന്ന് കച്ചറ കാണിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞു. ഇനി എന്നോട് മോന്തി നിർപ്പിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ നീല കളർ ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന പാറ്റേൺ അത് വെച്ച് തന്നെയാണ് ഞാൻ ആ ടോപ്പ് വെട്ടിയത്, ആ തുണി വെട്ടിയത്. അപ്പം ഞാനതിങ്ങനെ വെട്ടി ആദ്യം ഇത് വെച്ചിട്ട് കറക്റ്റ് ചെയ്യണമല്ലോ. ശരിക്കും ഞാനിത് വേറെ രീതിക്ക് തയ്ക്കാനുള്ളൊരു പാറ്റേൺ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഞാനത് വെട്ടാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം എന്താ സംഭവിച്ചതെന്ന്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചാണ്, പക്ഷേ ഇടാനായിട്ട് ഭയങ്കര മടിയായിരുന്നു, എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി. ഇപ്പോൾ ഈ പീസ് കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പീസ് ഇത് നടുക്ക് വെച്ച് 3 പീസ് തയ്ക്കാനാണ്. ഫ്രണ്ട് പോർഷൻ 3 പീസായിട്ട് തയ്ക്കാനാണ് ഞാനത് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാണ് അത് അത്രയും പീസ് ഞാൻ മാറ്റിയേക്കുന്നത്. ഫ്രണ്ടിലത്തെ പോർഷൻ 3 പീസിന് എൻ്റെ ആ വീതിക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കി അപ്പുറം ഇപ്പുറം വെക്കാനായിട്ട് തുണി വെട്ടി. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വെട്ടി. ഇനി അടുത്തത് ബാക്ക് പോർഷനാണ് വെട്ടേണ്ടത്. അപ്പോൾ ബാക്ക് പോർഷൻ സാധാരണ മോഡലേനെ സാധാരണ പോലെ തന്നെ വെട്ടുക. സാധാരണ പോലെ ഇങ്ങനെ വരച്ചിട്ട് സാധാരണ പോലെ വെട്ടുക. മറ്റേ ഫ്രണ്ട് പോർഷൻ വെട്ടുമ്പോൾ ഫ്രണ്ട് ഭാഗം, കാരണം നമ്മളിത് അധികം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ പിന്നെ ടേപ്പോ ഒന്നും ഞാൻ എടുക്കാറില്ല. കാരണം കൈയാണ് മൊത്തം ഒരളവ്. നമുക്ക് ഇത്ര അറിയാമല്ലോ, കൈപ്പണിയാണ് മുതലാളി കൈപ്പണി എന്ന് പറഞ്ഞ പോലെ. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഈ കൈ വെട്ടുന്നത് അതും കൈപ്പണി, വെറുതെ അങ്ങോട്ട് വെട്ടാണ്. എന്നാൽ അളവെടുക്കണോ ഇല്ല. ഞാൻ ഈ താഴത്തെ ഈ അരം ഒരിക്കലും മടക്കി അടിക്കില്ല, അതങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ അടിക്കാറാണ് പതിവ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ കുറേ നൂല് വെറുതെ വേസ്റ്റാണ്. അങ്ങനെ മടക്കി അടിക്കാത്തത് കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കും. അപ്പോൾ അതെനിക്കിഷ്ടമാണ്. ഇനി അടുത്തത് അടിക്കാൻ പോണത് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് വെട്ടാൻ പോവുകയാണ്. ലൈനിങ്ങിൻ്റെ വെട്ടലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിന് എനിക്ക് ഒരു മുട്ടിൻ്റെ ഇവിടെ നിന്ന് ലൈനിങ് നിന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് മുകൾ ഭാഗം ഫുൾ ലൈനിങ് എനിക്ക് വേണം. കാരണം ഞാൻ ഷോൾ അങ്ങനെ ഇടാറില്ല. അപ്പോൾ എനിക്കെപ്പോഴും ഞാനിങ്ങനെ ലൈനിങ് ഇട്ട് അങ്ങനെയാണ് എല്ലാം റെഡിയാക്കാറുള്ളൂ. അപ്പോൾ കണ്ടോ നിങ്ങൾ, ഫ്രണ്ട് പോർഷനിൽ ഇത്രയും ലൈനിങ് ഇട്ടുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഞാനെടുത്ത് മടക്കി അത് ഫ്രണ്ട് പോർഷനിലെ ടോപ്പിൻ്റെ കാര്യം റെഡിയായി. അതങ്ങനെ മാറ്റി വെച്ച്. ഇനി അടുത്തത് പിന്നെ നമുക്ക് എന്താ പറയുക, തയ്ക്കാനുള്ള പരിപാടിയാണല്ലോ. നമ്മൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം 3 സൈഡാണല്ലോ, ഫ്രണ്ട് പോർഷൻ 3 പാർട്സാണ്. അതിൽ കണ്ട റൈറ്റ് പാർട്സിലെ റൈറ്റ് കയ്യിൻ്റെ ഭാഗവും നടുവത്തെ ഭാഗവും കൂടെ ചേർത്ത് അതടിച്ചു. ഇനി 3ാമത്തെ ഭാഗവും ചേർത്ത് കൂട്ടി അടിച്ചു. അപ്പോൾ 3 പീസായി. അപ്പോൾ കറക്റ്റ് ചുരിദാറിൻ്റെ ഒരു സംഭവമായി. എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് എന്താ പറയുക, ഒരു സ്ലിറ്റ് പോലെ ഫ്രണ്ടിൽ ഞാൻ കൊടുത്തു കേട്ടോ. ഇനി ബാക്ക് ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ് തയ്ക്കാൻ പോണത്. സാധാരണ പോലെ തന്നെ മടക്കി അടിക്കും. എല്ലാ ചുരിദാറുകളിലും 10, 200 രൂപ 300 രൂപയുടെ ചുരിദാർ കിട്ടിയാൽ അത് ഉള്ളിലേക്ക് മടക്കി അടിക്കലാണ് പതിവ്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പോർഷനും ഉള്ളിലേക്ക് മടക്കി അടിക്കും. ഞാൻ മറ്റേ ഈ വക്രം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, കാരണം അതൊക്കെ ഭയങ്കര പണിയാണ്. ഇത് പെട്ടെന്ന് കഴിയും. എനിക്കൊരു ചുരിദാർ തയ്ക്കാനായിട്ട് ഞാനൊരു 8 മണിക്ക് ഇരുന്നാൽ പോലും 9:30 ആകുമ്പോൾ കഴിയും. കാരണം ഞാൻ പെട്ടെന്ന് തയ്ച്ച് കഴിയും. അങ്ങനെ മുകളിലത്തെ 2 ഭാഗം കൂട്ടിയടിച്ച് ഇനി ആ സൈഡ് കൂട്ടിയടിക്കുന്നതിന് മുന്നേ ഞാൻ കൈ ചേർത്ത് പിടിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ ആ കൈയിൻ്റെ പോർഷൻ മുതൽ എനിക്ക് ഇതിൻ്റെ ഓൾട്ടർ ചെയ്യാം കറക്റ്റായിട്ട് തന്നെ. കണ്ട ഇതേപോലെ ഓൾട്ടർ ചെയ്യാം. ശരിക്കും ഞാൻ സ്ലിറ്റ് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ, അതായത് 3 പീസിൽ ഒരു പീസ് ഞാൻ 3 സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, ഫ്രണ്ട് പോർഷനിൽ ഒരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഈ ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലേസിന് 1 മീറ്റർ 40 രൂപ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അതായിരുന്നു. ഞാനത് സൈഡിലൊക്കെ വെച്ച് കൊടുത്തു. ആദ്യം ഞാൻ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തതായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇത് നിങ്ങൾ കണ്ടില്ലേ സ്ലിറ്റിൻ്റെ ഭാഗം, പക്ഷേ എനിക്കെന്തോ ഒരു വൃത്തികേട് പോലെ തോന്നി പിന്നെ ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് മൊത്തം അഴിച്ച് കളഞ്ഞു കേട്ടോ.
ആ മൊത്തമല്ല, ആ സ്ലിറ്റിൻ്റെ ഭാഗം മാത്രം വെട്ടിക്കളഞ്ഞു. കഴുത്തിൻ്റെ ഭാഗത്തും വെച്ചു, താഴെ ചുറ്റിനും വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ അത് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇച്ചിരി ലൂസ് പോലെ എനിക്ക് തോന്നി. കാരണം ഇത്തിരി ടൈറ്റായിട്ട് നിന്നാലേ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ഈ വട്ടക്കഴുത്ത് തയ്ക്കുന്ന, അതായത് ബോട്ട് നെക്ക് ഒക്കെ ഇടുന്ന ആളുകൾക്ക് കുറച്ച് ഒരു, എന്നിട്ട് ദേഹത്തോട് ഒട്ടിക്കിടക്കണം എന്നല്ല പറയണത്, ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ടൈറ്റ് വേണം. ഇപ്പം ഞാൻ കാണിച്ചില്ല, അത്രയും ടൈറ്റ് വേണം. അപ്പോൾ എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ കഴുത്തിനും ചെറിയ കൈക്കും ഒക്കെ ഒരു ഭംഗി അതിനകത്ത് ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിറ്റേ ദിവസം ഞാനിത് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഇട്ട സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ലപോലെ ഒരുങ്ങണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണം, മുൻപ് ഏതൊരു റീൽസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് വൈറ്റ് പാൻറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വൈറ്റ് പാൻറ്റ്, അതിൽ ഇതേപോലെ തന്നെ ലൈസ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ, എന്നെയല്ല ശരിക്കും ചുരിദാർ തന്നെ നോക്കിയിരിക്കാൻ തോന്നി. കാരണം ഇത് സാധാരണ ഒരു നൈറ്റി പീസസാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 2.5 മീറ്റർ 250 രൂപയുള്ള ഒരു നൈറ്റ് പീസ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര വൃത്തിയൊരു 400-500 രൂപയുടെ ഒരു സംഭവം തോന്നും. ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം തയ്ച്ച് വരുമ്പോൾ നമുക്ക് അത്രയും രൂപയാകുമല്ലോ. ഇതിപ്പോൾ ഞാൻ തന്നെ തയ്ക്കുന്നത് കൊണ്ട്, നമ്മുടെ ഒരു അൽക്കുർത്ത് തയ്യലായതുകൊണ്ട് നമ്മളത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയും വരുമായിരിക്കും. പക്ഷേ എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു. കാരണം ഒന്നാമത് കോട്ടനാണ്. എനിക്ക് കുറേ നാളുകളായി എനിക്കിങ്ങനെ ഡോട്ട് വേണമെന്ന് എനിക്ക് കുറേ നാളായി ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പറയൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.